ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വസുന്ധര ആ ഫോണിൽ നിന്ന് ആ തെളിവ് നശിപ്പിച്ചു എന്ന് കരുതി നിധിയോടും പാറുവിനോടും വളരെ മോശമായി പെരുമാറേണ്ട. അങ്ങനെ നിധിയാണെങ്കിലും ആദ്യമായി അഭിനയിക്കും. താൻ പഞ്ചപുച്ഛമടക്കി താൻ വസുന്ധരയുടെ മുന്നിൽ അഭിനയിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം വസുന്ധരയാണെങ്കിൽ അങ്ങനെ അഭിനയിക്കുന്നത് കാണുമ്പോൾ അവളുടെ കയ്യിൽ ഇനി വീഡിയോ ഇല്ല, ഇപ്പം താനായി മാറിയിരിക്കുന്നു, ഇനി വീണ്ടും അവളോട് പോര് തുടങ്ങാമെന്ന് ഇങ്ങനെ കരുതിയിട്ട് വസുന്ധര പറയണം, മര്യാദയ്ക്ക് ഇനി ഞാൻ പറയുന്നത് കേട്ട് ഈ ഈശ്വരമംഗലത്ത് നീ കഴിഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല, ഞാൻ പഴയ വസുന്ധര തന്നെയാണ് എന്ന് പറയുമ്പോൾ, അതെ, നിങ്ങൾ എൻ്റെ അടുത്ത് വിളിച്ചിൽ നടത്തണ്ട, എൻ്റെ ഫോണിൽ നിന്ന് ആ വീഡിയോ നിങ്ങൾ ഡിലീറ്റ് ചെയ്തു എന്ന് കരുതി നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് തിരിച്ചടി കിട്ടും. കാരണം എൻ്റെ ഫോണിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് ആ ഫോണിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ എനിക്ക് പല ഫോണുകളിലും USB-യിലൊക്കെ ആക്കി ഞാനത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടോ. ഇത് കേൾക്കുന്ന വസുന്ധര ആകെ ഞെട്ടിപ്പോവാണ്. എന്തായാലും ഇനി നിങ്ങളുടെ ഈ സ്വഭാവം ശരിയല്ല, നിങ്ങൾ ആ ഫോണിൽ നിന്ന് അത് നശിപ്പിച്ചപ്പോഴേക്കും നിങ്ങളുടെ പഴയ സ്വഭാവം എടുത്തെങ്കിൽ തീർച്ചയായും നിങ്ങളെ പോലീസിനെ പിടിപ്പിക്കുക തന്നെ വേണമെന്ന് പറയുമ്പോൾ, നിധി പ്ലീസ് നിധി, ഞാനിനി ചെയ്യില്ല, എനിക്ക് അബദ്ധം പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞ് തൻ്റെ കാലിൽ വീണ് കെഞ്ചുന്നു കേട്ടോ. അപ്പോൾ ഈ സമയം നിങ്ങൾ മതി ഇനി അഭിനയിച്ചത്, നിങ്ങളുടെ അഭിനയം കണ്ടു ഞാനങ്ങ് വല്ലാതെ നിങ്ങളുടെ കാൽക്കീഴിൽ നിൽക്കുന്നു, അതോ നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നു കരുതിയോ? എന്നാൽ അതുണ്ടാവില്ല. ഇല്ല നിധി, ഞാൻ ഇനി ഒരിക്കലും. എന്നാൽ ശരി, പഴയതുപോലെ തന്നെ എൻ്റെ പാറുവിന് ഒരു ഗ്ലാസ് കോഫി വേണമെങ്കിൽ ചായ വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കുക എന്ന് പറയാനായിട്ടാണ്. ഇതേ സമയം പാറു എന്തെന്നറിയാം അകത്തോട്ട് കയറി വരുമ്പോൾ, എടുത്തിക്ക് കോഫി വേണമെന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇട്ട് തരാം, മോഡടാ ഓട്ടോ കിച്ചണിലോട്ട്. അത് കാണുന്ന പാറു ചോദിക്കുക, മോളെ നീ എന്താ ഇപ്പോൾ വസുവിനെ കാണിച്ചത്? ഇത്ര പെട്ടെന്ന് വസുവിന് നിന്നോട് ഇത്രയും മാറ്റം തോന്നാൻ എന്ത് സംഭവമാണ് നിങ്ങൾക്കിടയിൽ ഉണ്ടായത്? അമ്മ എന്തിനാ ഇക്കാര്യത്തിൽ ഇടപെടുന്നത്? ഇത് ഞാനും വസുന്ധരേൻ്റെയും തമ്മിലുള്ളത്, അത് ഞങ്ങൾ തമ്മിൽ അങ്ങ് മാറ്റി വസുന്ധരേൻ്റെ ഒതുക്കാനുള്ള ആയുധം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയാനായിട്ടാണ്. ഇതേ സമയം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു പയ്യൻ വന്നിരിക്കുകയാണ്. ശിവാനി ഇങ്ങനെ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇങ്ങനെ ഈ വാട്സപ്പ് വഴി അയച്ചു കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഓൺലൈനായി തനിക്ക് ആ സാധനം എത്തിച്ചു തരാൻ പറയാണ്. അപ്പോൾ ആ സമയം ആ പയ്യനാണെങ്കിൽ സെക്യൂരിറ്റി മരത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ശിവാനിക്ക് വിളിച്ചിട്ട് പറയണേ, മാഡം ഞാൻ ഈ സെക്യൂരിറ്റിയുടെ കൈകളിൽ ഈ സാധനം കൊടുക്കട്ടെ? അയ്യോ വേണ്ട, ഞാൻ പുറത്തോട്ട് വരാമെന്ന് പറഞ്ഞ് ഓട്ടം മുറ്റത്തോട്ടിട്ട. അങ്ങനെ വാലിന് തീപിടിച്ചതുപോലെയുള്ള ആ ഓട്ടം നിധിക്ക് മുന്നിൽ കാണുക കേട്ടോ. ഇവളെന്തിനാ ഇത്ര പേടിയോടുകൂടി ഇവൾ ഓടുന്നത്? എന്നാൽ അത് നോക്കണമെന്ന് പറഞ്ഞ് ശിവാനി നിധിയുടെ പിറകെ പോവാണ് കേട്ടോ. എന്നാൽ നിധി ആണെങ്കിലോ ചെല്ലുന്നത് ശിവാനി കാണുന്നില്ല കേട്ടോ. അപ്പോൾ ശിവാനിയുടെ ഗർഭനാടകം പൊളിയുന്ന ആ എപ്പിസോഡാണ് ഈ ഒരാഴ്ചക്കുള്ളിൽ നടക്കുന്നത് കേട്ടോ. അങ്ങനെ ഈ ഒരു പേടിയോട് കൂടി ഓടുമ്പോൾ ഈ സെക്യൂരിറ്റി എന്താ ചെയ്യുന്നത്, എന്താ നിങ്ങൾക്ക് വേണ്ടേ എന്ന് ഈ മെഡിക്കൽ സ്റ്റോറിലെ പയ്യനോട് ചോദിക്കുള്ളൂ. പയ്യൻ പറയണേ, ഇവിടെ ശിവാനി എന്ന് പറയുന്നവർക്ക് ഞാൻ ഇന്ന സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, മരുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് തരാനാണ്, എന്നാൽ ഇങ്ങ് തന്നേക്കുമെന്ന് പറയുമ്പോഴേക്കും സെക്യൂരിറ്റിയുടെ നേർക്ക് ശിവാനി ഇങ്ങ് ചൂടാവാനായിട്ടാ. എനിക്കുള്ള മരുന്ന് നിങ്ങളോട് ആര് മേടിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒച്ചയെടുക്കുമ്പോൾ തനിക്കൊന്നും മിണ്ടാനാവാതെ ശബ്ദിക്കാനാവാതെ അവിടെ നിൽക്കേണ്ടി വരാനായിട്ടാ. അപ്പോൾ ഈ സമയം ശിവാനി അത് തട്ടിപ്പറിച്ചത് കൈകളിൽ നിന്ന് വാങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിധിയാണെങ്കിൽ ഇവളെന്തിനാ എത്ര പേടിക്കുന്നു, ഇവളെന്തിനാ എത്ര ഭയക്കുന്നതെന്ന് നിധി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പിന്നീട് ആ മരുന്ന് തൻ്റെ ഷോളിനുള്ളിൽ പൊതിഞ്ഞിട്ട് അകത്തോട്ട് ഓട്ടം ഓടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ എന്തോ ഉണ്ട്, ആരും അറിയരുതെന്ന് കരുതി അവൾ എന്തോ മറച്ചു വെക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് നിധി സെക്യൂരിറ്റിയുടെ മുന്നിലോട്ട് ചെല്ലണം കേട്ടോ. എന്നിട്ട് സെക്യൂരിറ്റിയോട് ചോദിക്കുകയാണ്, ശിവാനിയുടെ കയ്യിൽ എന്താണ് ആ പയ്യൻ കൊണ്ടുവന്ന് കൊടുത്തത്? ആ പയ്യൻ ആരാ? അതൊന്നും എനിക്കറിയില്ല. ആ പയ്യൻ എന്തോ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് അത് കൊണ്ടുവരാൻ വന്നതാണ്. പക്ഷേ ശിവാനി മേഡം എന്നോട് ചൂടായി എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന തനിക്കിതിപ്പോൾ എന്ത് ചെയ്യും ഇതറിയാൻ എന്നുള്ള ആ ഒരു ഇതിൽ നിധി നടക്കാൻ കേട്ടോ. പിന്നീട് നിധി മുറ്റം തൂത്ത് വരാനായി നിധി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ശിവാനി കാണാം, ഈശ്വര, ഒരുമാതിരി കഷ്ടപ്പെട്ടിട്ട് മനുഷ്യന് ഈ മരുന്ന് എത്തിച്ചത്. മെൻസസിൻ്റെ ഈ സമയത്ത്, പീരീഡ്സിൻ്റെ ഈ സമയത്ത് തനിക്ക് വേദന കൊണ്ട് പിളയുന്നു, ആ വേദനയുടെ മരുന്നുമില്ല, തൻ്റെയിലാണെങ്കിലോ പേടുമില്ല. എന്നാൽ അത് താൻ യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇത് അവർക്ക് ആർക്കെങ്കിലും മുന്നിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞ് എൻ്റെ ഗർഭനാടകം ഇന്നത്തോടു കൂടി തീർന്നു എന്ന് ശിവാനി പറയുന്നു കേട്ടോ. അങ്ങനെ ശിവാനി ആ മരുന്നുകൾ പിന്നീട് ഒളിപ്പിച്ച് വെക്കുകയാണ്. പിന്നീടാണെങ്കിലോ ആ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, ഈശ്വരികൾ എന്തിനും ഇതിൽ പ്രിസ്ക്രിപ്ഷൻ വെച്ചിരിക്കുന്നത്, അത് വേണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ട് ആ പ്രിസ്ക്രിപ്ഷൻ മാലിന്യ ഡോക്ടർ എഴുതിയ പേരോട് കൂടിയിട്ടുള്ള ആ പ്രിസ്ക്രിപ്ഷൻ ശിവാനി പെട്ടെന്ന് കയറി വിൻഡോയുടെ ഉള്ളിലൂടെ പുറത്തോട്ട് എറിയുന്നേട്ടാ. പക്ഷേ ഇത് നിധിയുടെ തലയുടെ ചുവട്ടിലായിട്ട് വന്ന് വീഴുന്നത്, കാലിന് ചുവട്ടിലായിട്ട് നിധിയുടെ വീഴുമ്പോൾ നിധി ഇതെന്താ ഇവൾ ജനലിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു പേപ്പർ കീറിക്കളയാണെങ്കിൽ തീർച്ചയായും ഇതിനെന്തോ ഉണ്ട് എന്ന് പറഞ്ഞ്
നിധി ആ പേപ്പറുകൾ പെറുക്കിയെടുത്ത് അതിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഇന്ന ഹോസ്പിറ്റൽ മാലിനി ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് എന്ന് എഴുതി കാണുന്നു കേട്ടോ. അത് കാണുന്നതിനോടുകൂടി താൻ ഉറപ്പിച്ചു, തീർച്ചയായും ഇവളെ എന്തോ കള്ളക്കുള്ളി ഇതിലുണ്ട്. എന്നാൽ അത് മുറമെടുത്ത് നിധി ആ ചൂല് കൊണ്ട് അതൊക്കെ വാരിയെടുത്ത് നിധി പോകുന്നു കേട്ടോ. പിന്നീട് നിധിയുടെ റൂമിൽ ചെല്ലാണ്. ഈ സമയം തനിക്കിത് എങ്ങനെ കൂട്ടി യോജിപ്പിക്കുന്ന അറിയാതെ ആകെ ഇതാവുമെന്ന് പിന്നീട് തറയിൽ വെച്ച് അതൊക്കെ കൂട്ടി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെയോ വിധത്തിൽ കൂട്ടി യോജിക്കുമ്പോൾ ഡോക്ടറുടെയും ഗൈനക്കോളജിസ്റ്റിൻ്റെയും പേര് കിട്ടുന്നു. ഇതേ സമയം ഈ മരുന്നിന് എന്തോ പ്രശ്നമുണ്ട്, അത് മരുന്ന് വ്യക്തമാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഗൗതമിനെ അറിയിക്കാം എന്ന് നിധി കരുതുന്നു കേട്ടോ. പിന്നീട് ഫോണെടുത്ത് ഗൗതമിനെ വിളിക്കുകയാണ്. അപ്പോൾ ഗൗതം, നീ എവിടെയാണ്? ഞാനിവിടെ ഉണ്ട്, ഓഫീസിൽ തിരക്കിട്ട പണിയാണ്, നീ എന്ത് ചോദ്യമായി ചോദിക്കുന്നത്? അത് കേട്ടോടെ തന്നെ ഗൗതം, നീ പെട്ടെന്ന് എന്നെ അരികിലോട്ട് വരുമ്പോൾ, എന്താ നിധി, നിനക്കെന്നെ കാണാൻ തിരക്കായി? അയ്യോ അതല്ല, ഞാനൊരു കാര്യം പറയാൻ പോകുന്നു. എന്ത് കാര്യം? ശിവാനിക്കെതിരെയുള്ള കാര്യം. അവളുടെ ഗർഭം നാടകമാണെന്ന് ഞാൻ ഗൗതമിനോട് പറഞ്ഞല്ലോ. ഓ അതൊക്കെ എനിക്കറിയാം. എന്നാൽ നമുക്കത് കോടതിക്ക് മുന്നിൽ തെളിയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതെ, കോടതിക്ക് മുന്നിൽ എന്തോ മായാജാലവിദ്യ അവൾ നടത്തിയിട്ടുണ്ട്. തീർച്ചയായും അവളെ ഇനി അവളുടെ മുഖംമൂടി ഇനി പുറത്തോട്ട് കൊണ്ടുവരണം. അതിന് ഏകൊരു വഴി ഒന്നേ ഉള്ളൂ. എന്ത് എന്ന് ഗൗതം ചോദിക്കൂട്ടോ. അതെ, ആ വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നീ ഇങ്ങ് വരൂ ഗൗതം. എന്താ? ഞാൻ മെഡിക്കൽ സ്റ്റോറിൻ്റെ മുന്നിലുണ്ട്, നീ കാര്യം പറയൂ എന്ന് പറയട്ടോ. എനിക്ക് ഇന്ന ഡോക്ടർ, അവളെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അവളെ കീറി പുറത്തോട്ടിട്ടു. അപ്പോൾ അതിനർത്ഥം എന്താണ്? അവൾ ആ പ്രിസ്ക്രിപ്ഷൻ മറ്റുള്ളവർ കാണുമ്പോൾ അതിൽ ഭയക്കുന്നു. അപ്പോൾ അതിലെന്തോ ഉണ്ട് എന്നല്ല അർത്ഥം. തീർച്ചയായും നമുക്കത് കണ്ടുപിടിക്കണം ഗൗതം. ആ ഒരു ലിസ്റ്റ് വെച്ച്, ആ മെഡിക്കൽ സ്റ്റോർ വെച്ച് നമുക്ക് അവിടുത്തെ പയ്യനെ ഒന്ന് പിടിക്കാൻ പറ്റുമെന്ന് നോക്കിയാലോ. ഞാനിത് വരുന്നു, നീ മെഡിക്കൽ സ്റ്റോറിൻ്റെ മുന്നിലോട്ട് വാ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഇവർ മെഡിക്കൽ സ്റ്റോറിൻ്റെ മുന്നിലോട്ട് നിധി എത്തുന്നു. അപ്പോഴേക്കും ഗൗതം എത്തുന്നു. അങ്ങനെ ഗൗതം പറയുന്നുണ്ട്, നീ ആ പയ്യനെ വ്യക്തമായി കണ്ടോ? അതെ, വ്യക്തമായി കണ്ടു. ഞാൻ അതിലിങ്ങനെ ഇന്നെ മെഡിക്കൽ സ്റ്റോറിലെ പയ്യനാണെന്ന് പറയുകയും സെക്യൂരിറ്റിയോട് ചെയ്തു അത്രേ. അതുകൊണ്ടാണ് ഈ മെഡിക്കൽ സ്റ്റോറിലോട്ട് വന്നത്. എന്നാൽ നമുക്കൊന്ന് കയറി നോക്കാം, നീ കണ്ട പയ്യൻ അതിലുണ്ടോ എന്ന് നോക്കാം. തീർച്ചയായും നോക്കാം എന്നും പറഞ്ഞിട്ട് നോക്കുന്നു കേട്ടോ. അപ്പോൾ നിധി പറയണേ, അത് ആ പയ്യൻ തന്നെയാണ് നമ്മുടെ വീട്ടിലോട്ട് വന്നത്, ശിവാനിക്ക് മരുന്ന് കൊടുത്തത്. അതെ ഉറപ്പാണ്? അതെ ഉറപ്പാണ്. എന്നാൽ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഇങ്ങനെ നിധി ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ഗൗതം പറയുന്നത്, ചെയ്യാൻ പറ്റും, നീ വാ എന്ന് പറഞ്ഞിട്ട് അവർ മെഡിക്കൽ സ്റ്റോറിലോട്ട് കയറുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ ഗൗതമിനോട് ഈ ആൾ, അവിടുത്തെ ഒരു സ്റ്റാഫ് ഉണ്ടല്ലോ, ഈ പയ്യനല്ല വേറെ അവരുടെ മുതലാളി ഉണ്ടല്ലോ, അയാൾ വന്നിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, അയ്യോ കുറച്ച് നേരത്തെ ഒരു അരമണിക്കൂർ മുന്നേ നിങ്ങളൊരു മരുന്ന് ഈശ്വരമംഗലത്തോട്ട് കൊണ്ടുവന്നല്ലോ. അയ്യോ ഞാനല്ല കൊണ്ടുവന്നത്, നീ കൊണ്ടുകൊടുത്തു? ആ ഞാൻ കൊണ്ടുകൊടുത്തു. ആർക്കാ കൊണ്ടുകൊടുത്തത്? ഈ കുട്ടിക്കാണോ? അല്ല, അതെന്താ പ്രശ്നം എന്ന് അയാൾ ചോദിക്കുമ്പോൾ, അത് എൻ്റെ അനിയത്തിയാണ്, അവളുടെ ആ മരുന്ന് കയ്യിൽ നിന്നും അത് വെള്ളത്തിലോട്ട് വീഴുക അങ്ങനെ എന്തോ ഉണ്ടായി എന്ന് അവൾ പറയുന്നു. വ്യക്തമല്ല. ആ മരുന്ന് ഒന്നും കൂടി എടുക്കാൻ പറ്റുമോ? അയ്യോ ലിസ്റ്റ് ഉണ്ടോ എന്ന് അവർ ചോദിക്കുന്നു. ഇല്ല, ലിസ്റ്റ് ഇല്ല, നിങ്ങളുടെ കമ്പ്യൂട്ടറിലുണ്ടാവും എന്ന് ഗൗതം പറയണല്ലോ. ഓ ഉണ്ട്, എന്തായാലും പേര് വെച്ച് ഞങ്ങൾ അടിച്ചു നോക്കാമെന്നും പറഞ്ഞ് അവർ ആ പ്രിസ്ക്രിപ്ഷൻ അടിച്ചെടുക്കണം കേട്ടോ. ഇതേ സമയം നിധിയും ഗൗതമും രക്ഷപ്പെട്ടു. ഇപ്പോഴവളുടെ ഗർഭത്തിന് വിരാമമായിരിക്കുന്നു. ഇനി എന്തായാലും അവളുടെ ഗർഭനാടകം പൊളിഞ്ഞിരിക്കുന്നു. നമുക്ക് ആ മരുന്ന്, ആ പ്രിസ്ക്രിപ്ഷൻ അവളുടെ കയ്യിലും മരുന്ന് കയ്യിലും കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അതിന് ഒരു അർത്ഥം ഉണ്ടാവുമെന്ന് പറയാനിട്ട്. അപ്പോൾ ഈ സമയം അവർ മരുന്ന് ഇങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നീട് എടുക്കുന്ന പാഡാണ്. അങ്ങനെ ഈ പാഡ് കൊടുത്തിട്ട് ഈ ടാബ്ലറ്റ് വെക്കുമ്പോൾ ഇത് ചോദിക്കുകയാണ്, സത്യത്തിൽ ഒരു ഗർഭിണിയായ പെൺകുട്ടിക്ക് ആവശ്യമുള്ള? അയ്യോ ഇത് ഗർഭിണിയായ പെൺകുട്ടിക്കല്ല, ഇത് മെൻസസ് പീരീഡ് ആ സമയത്ത് കഴിക്കുന്ന ആ ഒരു മരുന്നാണ് എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ഗൗതമും നിധിയും, ഈശ്വര ഇവളപ്പോൾ നമ്മൾ സംശയിച്ചതുപോലെ തന്നെ പ്രണവിനെ പറ്റിക്കുന്നു. അപ്പോൾ നിധിയോട് ഗൗതം ചോദിക്കുക, ഇനി എന്തപ്പോൾ ചെയ്യാൻ പറ്റും? ഉണ്ട് ഗൗതം, ഇനിയാണ് നമ്മുടെ കളി തുടങ്ങുന്നത്, കളി തുടങ്ങാം, വാ നമുക്ക് ഈ മരുന്ന് വാങ്ങി പുറത്തോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലോട്ട് വിളിച്ചിട്ട് ആ ഡോക്ടർ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവരെന്ന് ലീവിലാണ്, നാളെ വരും. ഓക്കെ ഞങ്ങൾക്കൊരു ബുക്കിംഗ് വേണമെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ഇടുക. അപ്പോൾ എന്നത്തേതുപോലെയല്ല, ശിവാനിയുടെ ഗർഭനാടകം പൊളിഞ്ഞു വീഴുക തന്നെ ചെയ്യുകയാണ്. പ്രണവ് ശിവാനിയെ ഒഴിവാക്കുന്ന ആ കിടക്കുന്ന എപ്പിസോഡാണ് കേട്ടോ വരാൻ പോകുന്നത്.